ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ താമസിക്കുന്ന യുവാവിനെ പരിചയപ്പെടുക. ബംഗ്ലാദേശ് സ്വദേശി റാഷിദ് അലിയാണ് ഒമാനിലെ ഹഫ ഖദീം എന്ന ചെറു ഉപദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഒമാനിലെ ചെറു ഉപദ്വീപാണ് ഹഫ ഖദീം. ഒരു വശത്ത് മലയും മറുവശങ്ങളിലെല്ലാം കടലുമായി നിൽക്കുന്ന ഇവിടെ താമസിക്കുന്നത് ഒരേ ഒരാൾ മാത്രം, ബംഗ്ലാദേശ് സ്വദേശി റാഷിദ് അലി. അറബിയുടെ ആടുകളെ നോക്കാനാണ് ഈ യുവാവ് ഉപദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. നൂറുകണക്കിന് ആടുകളുണ്ട് അറബിക്ക്. രാവിലെ മലയിലേക്ക് തീറ്റ തേടി കയറുന്ന ആടുകൾ നേരം ഇരുട്ടുന്നതോടെ തിരിച്ചെത്തു. കഴിഞ്ഞ 4 വർഷമായി റാഷിദ് ഈ ഉപദ്വീപിൽ ഏകാന്തവാസം തുടങ്ങിയിട്ട്. ഒറ്റയ്ക്ക് കഴിയാൻ പേടിയില്ലെന്ന് ചോദിച്ചപ്പോൾ മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ലേ, ആരും കൂടെ വരില്ലല്ലോ എന്നായിരുന്നു ഉത്തരം. വൈദ്യുതിയുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ മുറിയിൽ ടിവിയും ഫ്രിഡ്ജും ഫാനുമെല്ലാം ഉണ്ട്. 1-2 ആഴ്ച കൂടുമ്പോൾ കുടിക്കാനുള്ള വെള്ളമെത്തും. അത് ടാങ്കിൽ ശേഖരിച്ചു വെച്ചാണ് ഉപയോഗം. നഗരത്തിൽ താമസിക്കുന്ന അറബി മാസത്തിൽ 1-2 തവണ വന്നാലായി. അദ്ദേഹമാണ് പാചകം ചെയ്യാനുള്ളവ എത്തിക്കുന്നത്. സമുദ്രം പ്രക്ഷുബ്ധമായാൽ സാധനങ്ങൾ എത്തില്ല. മീൻപിടുത്തം ഉപജീവനമാക്കിയ ധാരാളം പേർ നേരത്തെ ഈ ഉപദ്വീപിൽ താമസിച്ചിരുന്നു. ഇവിടെയുള്ളവരെല്ലാം നഗരത്തിലേക്കും മറ്റൊരു ഗ്രാമത്തിലേക്കും താമസം മാറ്റിയതോടെ ഹഫ ഖദീം വിജനമാവുകയായിരുന്നു. വേറെ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ 26-കാരൻ ആടുകളെ നോക്കി ഇങ്ങനെ ഏകാന്തമായി ജീവിക്കുന്നത്. റാഷിദ് അലിയുടെ ഏകാന്തമായ ജീവിതത്തിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ക്യാമറയുമായി കടന്നെത്തിയത്. ഇന്നത്തെ ഈ കൂട്ടിന് ഇദ്ദേഹം ഏറെ സന്തോഷവാനാണ്. ഹഫ ഖദീമിൽ നിന്നും റാഷിദിനും ക്യാമറമാൻ തൻവീറിനുമൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.